എല്ലാവർക്കും കിസ്മിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോക്കനട്ട് മിൽക്ക് ഐസ്ക്രീമാണ്. പ്രധാനമായിട്ടും 3 ചേരുവയിലാണ് ഇത് തയ്യാറാക്കുന്നത്. തേങ്ങാപ്പാൽ കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ഈ ഐസ്ക്രീമിനൊരു നാച്ചുറൽ ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഈ തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഐസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ 2 രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഒന്ന് മിക്സി വെച്ചും 2 ബീറ്റർ ഉപയോഗിച്ചും. അപ്പോൾ നമുക്ക് ആദ്യം മിക്സിയിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 1.5 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. ചെറു ചൂടുള്ള വെള്ളമാണെങ്കിൽ തേങ്ങാപ്പാൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇത് 1 കപ്പ് തേങ്ങാപ്പാലുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ബോട്ടിലിൽ കിട്ടുന്ന തേങ്ങാപ്പാൽ ഉപയോഗിക്കരുത്. ഇതുപോലെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഇത് 3/4 കപ്പുണ്ട്. നമ്മൾ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീമാണിത്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് കുറച്ചൊന്ന് കട്ടിയാക്കി എടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ ആയാൽ മതി. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഇത് നല്ല പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർക്കാം. 1/4 ടീസ്പൂൺ വാനില എസൻസ്, 1 നുള്ള് ഉപ്പ്. ഇനി ഇതൊന്ന് കറക്കിയെടുത്താൽ മതി. വാനില എസൻസ് ഈ ഒരു അളവിലേ ചേർക്കാവുള്ളൂ, കൂടുതൽ ചേർക്കരുത്. കാരണം തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലും വേണം ഇതിൽ മുന്നിട്ട് നിൽക്കാനായിട്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു റാപ്പിംഗ് പേപ്പർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം മുകളിൽ ക്രിസ്റ്റൽ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെക്കുന്നത്. വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് അടച്ചിട്ട് ഫ്രീസറിൽ വയ്ക്കാം. ഏകദേശം 6-7 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇത് സെറ്റായി കിട്ടും. നമ്മൾ മിക്സി ഉപയോഗിക്കാതെ തയ്യാറാക്കാനായിട്ടും സെയിം അളവിൽ തന്നെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ വെച്ച് കുറച്ച് കട്ടിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് നല്ല പോലെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വിപ്പ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒരു സോഫ്റ്റ് പീക്ക് ആവുന്നവരെ ഒന്ന് വിപ്പ് ചെയ്താൽ മതി. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് ബാക്കി ചേരുവകൾ ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി പതഞ്ഞ് ഐസ്ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി നന്നായിട്ട് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും 1 നുള്ളുപ്പും വാനില എസൻസും പിന്നെ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും ബൗളിൽ ഒഴിച്ചിട്ട് റാപ്പിംഗ് പേപ്പർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയിൽ തയ്യാറാക്കിയ ഐസ്ക്രീമാണ്. റാപ്പിംഗ് പേപ്പർ വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെള്ളത്തിൻ്റെ ക്രിസ്റ്റൽസ് ഉണ്ടാവും. അപ്പോൾ അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ 1 നിമിഷം ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ തന്നെ ഐസ്ക്രീമിൻ്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിലോട്ട് വന്നോളും. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് നമ്മൾ ക്രീം വിപ്പ് ചെയ്തിട്ട് തയ്യാറാക്കിയത്. 2 രീതിയിൽ തയ്യാറാക്കിയതും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് പുറത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി വരും. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ഐസ്ക്രീമിനേക്കാളും ഒക്കെ നല്ല ഒരു നാച്ചുറൽ ടേസ്റ്റാണ്. ഓരോ സ്പൂണിലും തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റാണുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഞാനിത് ഒരുപാട് തവണ തയ്യാറാക്കിയിട്ടുള്ളതാണ്. മിക്സിയിലാണ് സാധാരണ തയ്യാറാക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമൻസിലൂടെയൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും നന്ദി.